ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ഓർഗൻറ്റി സാരിയാണ്. കട്ട് വർക്ക് സാരീസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഓർഗൻറ്റി സാരിയിൽ കട്ട് വർക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. വളരെ ഗ്രാൻഡ് ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ്. നമുക്കതൊരു ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാപ്റ്റിസോ ഹൗസ് വാമിങ്ങോ അതല്ല വേറെ എന്തെങ്കിലും പാർട്ടിക്കും ഉടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെ ഓർഗൻറ്റി സാരിയിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത കട്ട് വർക്ക് ട്വൈൻ കട്ട് വർക്ക് ചെയ്ത സാരിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാരുണ്ട് ഓർഗൻറ്റി സാരി ഭയങ്കര താല്പര്യമുള്ളത്, ഓർഗൻറ്റി മാത്രം ഉടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ കല്യാണങ്ങൾ ആയാലും വേറെ എന്ത് ഫങ്ഷൻസ് ആയാലും അവർ ഓർഗൻറ്റി സാരീസ് ആണ് ഉടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ദൂരെ കട്ട് വർക്ക് ഹോൾ സാരിയിൽ ഹെവി കട്ട് വർക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. കുറച്ച് ടൈം ലിമിറ്റ് ഉണ്ടാകും, അത് ചെയ്യാനായിട്ട് കുറച്ച് ടൈം പീരീഡ് വേണം. അപ്പോൾ അങ്ങനത്തെ കട്ട് വർക്ക്സ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇന്നിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹെവി വർക്ക് എന്ന് തന്നെ പറയാം. ഒരു പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റിയ രീതിയിൽ തന്നെയുള്ളൊരു കട്ട് വർക്ക് പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ സാരീസ് കണ്ടു നോക്കുക. റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ അതാണെങ്കിലും മെസ്സേജ് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ സാരീസും കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ടർക്കോയിസ് ബ്ലൂ കളറാണ് സാരിയുടെ കളറ്. നല്ല ഫില്ല ഓർഗൻറ്റി പോലത്തെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഓർഗൻറ്റി മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഓർഗൻറ്റി സാരിയുടെ മുന്താണിയുടെ രണ്ട് സൈഡും എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നല്ലോണം ഹെവി ആയിട്ടും മറു സൈഡിൽ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷനുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കട്ട് വർക്ക് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കട്ട് വർക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഹെവി കട്ട് വർക്കാണ് നമ്മൾ ഓർഗൻറ്റി സാരിയിൽ കൊടുത്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് ട്വൈൻ കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയിൽ തന്നെ ആ ബ്ലൂവിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് ബ്ലൂ എടുത്തിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് നല്ല മുന്താണിയിൽ ഇതുവരെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് വർക്ക് ഇതുവരെ പോയേക്കാണ്. ഫുൾ സാരിയും സ്കാലപ്പാണ്. രണ്ട് സൈഡും മുഴുവനും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഡിസൈൻ സ്കാലപ്പിങ്ങും എല്ലാം വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഇത്രയും ഫുൾ കോർണറും നിറച്ചും ഇതുപോലെ വർക്ക് ചെയ്തിട്ട് മറു സൈഡിൽ അതിൻ്റെ ഒരു കുഞ്ഞു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ളില്ല, കുറച്ച് പോർഷനായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്താണിയിൽ ഇതുപോലെയാണ് എംബ്രോയ്ഡറി വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെയാണ് വരുന്നത്. നല്ല ഒരു ആർച്ച് ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഫുള്ളും ആ ഷോൾഡർ ഫ്രണ്ടിൽ മുമ്പിൽ കാണുന്ന ഫുൾ പോർഷനിലും ഈ ഒരു വർക്കുണ്ട്. നല്ല ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ട്വൈൻ കട്ട് വർക്ക് ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, ഫുൾ സാരിയും സ്കാലപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. രണ്ട് സൈഡും ഫുൾ സാരിയിലും സ്കാലപ്പ് ഇതുപോലെ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാരി ഫോളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സാരി ഫോളും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരി റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 5500 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അടുത്ത സാരി ഒരു പീച്ച് ഷെയ്ഡാണ്. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ് സാരിയുടെ കളറ്. എക്സാക്ട് പീച്ച് ഷെയ്ഡിൻ്റെ ഓർഗൻറ്റി സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു കുറച്ച് ഈ സാരിയുടെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ്, ഒരു റെഡിഷ് പീച്ച് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പം മുന്താണിയിൽ ഇതുപോലത്തെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇത് മുന്താണിയുടെ ഒരു സൈഡ് സെൻറ്ററിലും ഇതുപോലത്തെ തന്നെ ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞ് മുന്താണിയുടെ മറു സൈഡിലും ഇതുപോലത്തെ തന്നെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ 3 ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. ഇതുപോലെയാണ് മുന്താണിയിൽ ഡിസൈൻ വരുന്നത്. 3 എണ്ണം ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ലെങ്തി ആയിട്ട് നമ്മളിങ്ങനെ നീളത്തിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലവർ പാറ്റേൺ. ഇത് ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആയാലും
ഫ്ലവേഴ്സ് ആയാലും നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലെങ്ത്തിൽ ആയിട്ട് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും താഴെ 2 ഡിസൈനാണ് വന്നേക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതുപോലെയാണ് കാലിൻ്റെ അവിടെ വരുന്നത്. ഇതൊരു പാറ്റേൺ. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് അടുത്ത പാറ്റേണും നമ്മൾ തയ്ച്ചിട്ടുണ്ട്, റൈറ്റും ലെഫ്റ്റും ആയിട്ട്. അപ്പം അങ്ങനെ 2 പാറ്റേൺസാണ് താഴത്ത് വരുന്നത്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു, ഇതാണ് ഒരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെയും ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ 2 പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ, താഴത്തെ പോർഷനിലുള്ള ബോട്ടം പോർഷനിലുള്ള. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കളറിന് കുറച്ച് വേരിയേഷൻ ഉണ്ട്. വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ് ഇത്. ശരിക്കും എക്സാക്ട്ലി പറഞ്ഞാൽ പീച്ച് കളർ തന്നെയാണ് ഈ ഓർഗൻഡി സാരിയുടെ കളർ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1899 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു വൈറ്റ് ഓർഗൻഡി സാരിയാണ്. അതിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ന് വെച്ചാൽ ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് അല്ല, 2 കളർ ത്രെഡ് യൂസ് ചെയ്തേക്കണം. ഒരിടത്ത് ലൈറ്റും ഒരിടത്ത് ഡാർക്കും ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നടുക്ക് ഫ്രഞ്ച് നോട്ടും, ലീവ്സ് എല്ലാം ലീവ്സ് എല്ലാം കുഞ്ഞു ഫ്ലവേഴ്സ് എല്ലാം ലേസി ഡേസി പിങ്ക് ഫ്ലവേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഷാഡോ വർക്കുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെങ്തി ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിലും ഇത് അങ്ങ് ലെങ്തി ഡിസൈൻ ഒരെണ്ണം, നല്ല പോലെ ലെങ്ത്തിൽ ഒരെണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ കണ്ടുവരുത്ത ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് കാണുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ കണ്ടുവരുത്ത ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ സാരിയിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2500 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ഓർഗൻഡി സാരി. ഇതിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാവ്യ കളറാണ്. അതിൻ്റെ അകത്താണ് നമ്മളൊരു ബ്രൗൺ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഒലീവ് ഗ്രീനുമാണ്. ഒരു എന്ന് വെച്ചാൽ ഒത്തിരി തെറിച്ച് നിൽക്കാത്തൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ, റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ, പിന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ ഒരു വലിയ ഡിസൈൻ. ഇതുപോലത്തെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് നമുക്ക് അതിൻ്റെ ഷാഡോ ഇവിടെ കാണാം. ഇതുപോലെ ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഷാഡോ വർക്കാണ് ഫ്ലവേഴ്സിന് കൊടുത്തേക്കുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1899 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് കണ്ട സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനിയും സാരീസ് നമുക്ക് ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസൈൻസ് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതുമായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.